ഹായ് ഹലോ. ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പോൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് എല്ലാം നേരെയാക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നയന. നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഒരിക്കലും അനിയെ തൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കത്തില്ല എന്നും അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം സന്തോഷത്തോടെ നടക്കട്ടെ, അതിന് തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ നന്ദുവിനെ മാറ്റിയെടുക്കാനായിട്ട് നയനയ്ക്ക് സാധിച്ചു. അങ്ങനെ നയന പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദു ഉൾക്കൊണ്ടു. അനിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും നന്ദു ചെയ്തിട്ടുണ്ട്. ഇനി അനിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അനാമികയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അനി തുടങ്ങണം. നന്ദുവിനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം അനി കരുതണം. അതിൻ്റെ ഒരു ശ്രമത്തിലാണ് നയന. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു സത്യം അനന്തപുരിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും നയനയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ നമ്മളെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, നയന അനിയോട് കാര്യങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് അനിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അനിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നയനയും നമ്മുടെ നയനയും ആദർശും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അവരുടെ പ്രണയമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ആദർശിന് എത്രത്തോളം നയന പ്രാധാന്യമാണ് എന്ന് ആദർശിന് തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും നന്ദു ഈ ഒരു നയന പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സങ്കടം തോന്നി. തൻ്റെ ചേച്ചി അത്രത്തോളം ഒരു വലിയൊരു പ്രശ്നത്തിലാണല്ലോ, ആ ഒരു സന്തോഷമില്ലാത്ത ജീവിതമാണല്ലോ നയിക്കുന്നത്. അതിൻ്റെ ഇടയിൽ താനും കൂടി പോയിട്ട് ചേച്ചിയുടെ ജീവിതം നശിക്കാൻ പാടില്ല എന്ന് നന്ദുവിന് മനസ്സിലായി. എങ്കിലും അനിയുടെയും അനാമികയുടെയും വിവാഹത്തിൻ്റെ അന്ന് തനിക്ക് ഒരിക്കലും സന്തോഷത്തോടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് അവിടെ നന്ദു അച്ഛനോട് പറയുന്നത്. അവസാനം ഗോവിന്ദൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, മോൾ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. നന്ദുവിൻ്റെ കല്യാണത്തിന് നീ സന്തോഷത്തോടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അനാമികയ്ക്കും അതൊരു ചെറിയൊരു സംശയം തോന്നും. പിന്നെ അനിക്കും സംശയം തോന്നും, അവരുടെ വിവാഹം നടക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നീ വരാത്തതെന്ന്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം എല്ലാം മാറണം എന്നൊക്കെ നന്ദുവിനോട് ഗോവിന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും തൻ്റെ ചേച്ചി ഒരിക്കലും സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത് എന്ന് അവിടെ നന്ദുവിന് ഗോവിന്ദനോട് പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനന്തപുരിയിൽ നയനെ കാണാത്ത ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നമ്മൾ ആദർശ്. നയന എവിടെ പോയി? അവൾ വീട്ടിലെത്തിയിട്ടില്ല എന്ന് അച്ഛനെ വിളിച്ചപ്പോൾ മനസ്സിലായി. പിന്നെ അവൾ എവിടെ പോയതായിരിക്കും? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ? അതോ ഇനി എന്നോട് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ സങ്കടം കൊണ്ട് അവൾ ഇനി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ? അവൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ മതിയായിരുന്നേനെ. ഇപ്പോൾ ഞാൻ കുറച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമാണ്. മുമ്പാണെങ്കിൽ അവൾ ഇല്ലാതിരിക്കുമ്പോഴും എനിക്ക് അത്രത്തോളം സങ്കടമൊന്നും തോന്നാറില്ല. പക്ഷെ ഇപ്പോൾ അവൾ ഒരു നിമിഷം എൻ്റെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ വലിയൊരു ടെൻഷൻ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അവിടെ നയന വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവിടെ നയന വണ്ടിയും കൊണ്ട് വരുന്നത് കണ്ടത്. അപ്പോൾ ആദർശന് ഒരുപാട് സന്തോഷം തോന്നി. ഇതുവരെ ഇല്ലാത്ത സന്തോഷമാണ് ആദർശിൻ്റെ മനസ്സിൽ തോന്നിയത്. പക്ഷെ നയന വന്നു. വണ്ടി നിർത്തിയതിന് ശേഷം ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെയാണ് അകത്തോട്ട് കയറിപ്പോയത്. എങ്കിലും നയനെ കാണുമ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്, എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എനിക്കിപ്പോഴാണ് മനസ്സിലായത് നയനെ എനിക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന്. നയനെ എത്രത്തോളം എൻ്റെ മനസ്സ് കീഴടക്കി എന്ന് എനിക്ക് ഇന്നാണ് ബോധ്യപ്പെട്ടത്. എന്തായാലും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ, അല്ലെങ്കിൽ എനിക്ക് അവളെ അത്രത്തോളം ഇഷ്ടമാണ് എന്ന് അവളെ കാണിക്കേണ്ട, ചെറുതായിട്ടൊന്ന് പോയി ദേഷ്യപ്പെടുമ്പോൾ അവൾ എന്താണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ആദർശ് നേരെ റൂമിലോട്ട് പോയി. റൂമിലിരിക്കുന്ന സമയത്ത് തന്നെ നയന കയറി വരുന്നുണ്ട്. നയന കയറി വന്നപ്പോൾ നയനോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. നീ എവിടെ പോയതാ? ആരോടും പറയാതെ നീ എങ്ങോട്ട് പോയതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയതാണെന്നും, എന്നാൽ അമ്പലത്തിൽ പോയിട്ട് നിന്റെ നെറ്റിൽ കുറിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആദർശ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് കുറി ഇട്ടില്ല, അതെന്താ അമ്പലത്തിൽ പോയ ഒരു കുറി ഇടണമെന്ന് അത്ര നിർബന്ധമാണോ എന്ന് പറഞ്ഞ് നമ്മൾ നയനയും തിരിച്ച് ദേഷ്യപ്പെട്ടു. ഇനി ദേഷ്യപ്പെടണ്ട, ഇനി ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി അവളെങ്ങാനും ഇറങ്ങിപ്പോവോ ഒരു സംശയം ആദർശിന്റെ മനസ്സിലുണ്ട്. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിന്നെ പറ്റി ചോദിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. അതാണ് ഞാൻ നിന്നോട് കാര്യങ്ങൾ ചോദിച്ചത്. എന്തായാലും നിന്നെ പുറത്ത് കൊണ്ടുപോകുന്നില്ല എന്നല്ലേ നിന്റെ പരാതി, അതെന്തായാലും ഇന്ന് തീർത്ത് കളയാം. അതുകൊണ്ട് രാത്രി നീ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങി നിന്നേരെ നമുക്ക് പുറത്ത് പോയിട്ട് വരാം
അതെന്താ 9 മണിക്ക്, അത് അമ്മ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവുമല്ലോ. ആദ്യം നമുക്ക് ആരെയും സ്വഭാവം പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ കുറേശ്ശെ നമുക്ക് മാറ്റി എടുക്കാം. പക്ഷെ അവർ മാറുന്നത് വരെ നമ്മളെ സന്തോഷമൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തഞ്ചത്തിൽ കാര്യങ്ങളൊക്കെ നീക്കി അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് സന്തോഷത്തോടെ നിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് രാത്രി 9 മണിക്ക് നീ ഇറങ്ങി നിൽക്കണമെന്നും എന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല നീല കളർ സാരിയാണ്, നയനയ്ക്ക് നല്ലതുപോലെ ചേരും എന്ന് പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് സന്തോഷത്തോടെ ആ ഒരു സാരി കൈമാറുകയും ഈ സാരി ഉടുത്തുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പുറത്ത് വന്നാൽ മതി, രാത്രി നമുക്ക് കറങ്ങി ചുറ്റി അടിച്ചിട്ട് രാവിലെ വരാം എന്ന് ആദർശ് നയനോട് പറഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതൊക്കെയാണ് നയന ഒരുപാട് ആഗ്രഹിച്ചത്. ആദർശിന്റെ ആ ഒരു ചെറിയൊരു സ്നേഹം, കുറച്ച് സ്നേഹമാണെങ്കിലും മതി, തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, പരിഗണിച്ചാൽ മതി, ഇതൊക്കെയാണ് നയനയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതെല്ലാം ഇപ്പൊ തിരിച്ചു കിട്ടുന്നത് കണ്ടപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതെല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും നയന എവിടെ പോയതാണെന്ന് ചോദിക്കുകയും ഞാൻ കല്യാണിയെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് നയന അവിടെ പറയുന്നുണ്ട്. ആ സംസാരങ്ങൾ നടന്നപ്പോഴാണ് മുത്തശ്ശൻ മറ്റൊരു കാര്യം ചോദിച്ചത്. മോള് പോയതിന് ശേഷം ആദർശ് ഇവിടെ വാലിൽ തീ പിടിച്ച് കണക്കാണ് നടന്നതെന്നും നീ ഇല്ലാത്തതുകൊണ്ട് അവന് ഒരുപാട് സങ്കടം തോന്നി, ഇപ്പൊ നീ വന്നതിന് ശേഷമാണ് അവനൊരു ആശ്വാസം തോന്നിയത്, ഇപ്പൊ അവന് ഒരുപാട് മാറി. പക്ഷെ ആദ്യം എനിക്ക് കേട്ടപ്പോൾ വിശ്വാസം വന്നില്ല. അപ്പോൾ വീണ്ടും മുത്തശ്ശൻ പറയണം അവന് ഒരുപാട് മാറി. മുൻപാണെങ്കിൽ ജോലിക്ക് പോയിട്ട് ഓഫീസിൽ പോയിട്ട് ലേറ്റ് ആയിട്ട് വരുന്ന അവൻ ഇപ്പൊ എത്രയും പെട്ടെന്ന് പോയിട്ട് തിരിച്ചിറങ്ങി വരാനായിട്ടാണ് നോക്കുന്നത്. അതുമാത്രമല്ല നീ വീട്ടിൽ പോയി ഇതിന് ശേഷം അന്ന് അവ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടില്ല, അത്രയ്ക്ക് വീർപ്പ് മുട്ടിയിട്ടാണ് നിന്നെ വിളിച്ചോണ്ട് വന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല മോൾക്കിനി ഇവിടെ എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടായി സഹിക്കാൻ പറ്റുന്നില്ല, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മോള് നേരെ വീട്ടിലോട്ട് പോയിക്കോ, അവൻ തന്നെ അവൻ നിന്നെ പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല, അങ്ങനെ അവസാനം അവൻ തന്നെ നിന്നെ വിളിച്ചോണ്ട് വന്നോളും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പക്ഷെ നയനയ്ക്ക് അവിടെയും ഒരിക്കലും നയന തൻ്റെ സന്തോഷങ്ങൾ ഒരിക്കലും നോക്കാറില്ല, തൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷമാണ് നോക്കുന്നത്. ഇപ്പൊ അനിയുടെയും നന്ദുവിന്റെയും കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആക്കി വരുവാണ്. അതിന്റെ ഇടയിലാണ് തന്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആവുന്നത്. അപ്പോൾ നയന അത് എടുത്തു പറയുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം മുത്തശ്ശ ഇപ്പൊ ചേച്ചിയെ അബി അത്രത്തോളം സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് അവിടെ നയന മുത്തശ്ശനോട് പറഞ്ഞപ്പോഴാണ് അബിയെ കുറിച്ചുള്ള ആ ഒരു സത്യങ്ങൾ മുത്തശ്ശൻ തുറന്നു പറഞ്ഞത്. അബിയുടെ ജാതകത്തിൽ വലിയൊരു പ്രശ്നമുണ്ടെന്നും അങ്ങനെ ജാതകത്തിൽ പ്രശ്നമുള്ളവര് ദൈവ ചിന്തയുള്ളവരായിരിക്കണം, ഭക്തി ഉണ്ടായിരിക്കണം, എന്നാൽ അബിയുടെ കാര്യത്തിൽ അതില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് അബിയുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം അവൻ എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു അവനിപ്പോ അവന്റെ കൂടെയുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വലുതാക്കി കാണിക്കുന്ന ഒരാളാണ് ഈ ജാതകത്തിലുള്ളവര്. അതുകൊണ്ട് തന്നെ ഈ അബിയുടെ ജാതകത്തോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടിയെ മാത്രമേ അബി കല്യാണം കഴിക്കാവൂ, ഇല്ല എന്നുണ്ടെങ്കിൽ അബിയുടെ ജീവിതം സന്തോഷമാകത്തില്ല എന്ന് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. എന്നാൽ അബിയുടെയും അവിടെ മോളുടെ ചേച്ചിയുടെ നവ്യയുടെ വിവാഹം നമ്മൾ അറിഞ്ഞിട്ടല്ലല്ലോ വിവാഹം നടന്നത്, അതുകൊണ്ട് തന്നെ ഇനി തിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് മാർഗം എന്തെങ്കിലും പൂജയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടോ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബി ഭക്തി മാർഗമായിരിക്കണം നടക്കേണ്ടത്, അതിന്റെ കുറച്ച് പരിഹാര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മാറും, എന്നാൽ ഇപ്പോൾ കുടിച്ച് നടക്കുന്ന അവന് എന്തായാലും എന്ത് ചെയ്താലും കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നാണെങ്കിലും ആദർശ് തന്നെ അംഗീകരിച്ചതിൽ ഒരുപാട് സന്തോഷം നയനയ്ക്കുണ്ട്. അങ്ങനെ നയന നേരെ കനകയോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട്. നന്ദുവിനോട് സംസാരിച്ചെന്നും ഇനി അനിയെ മാത്രം പറഞ്ഞ് തിരുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇനി എന്തായാലും നന്ദുവിന്റെ വിവാഹം ഉടനെ ഒന്നും നടത്തേണ്ട അമ്മേ, അവള് ഇപ്പൊ കുറച്ച് വയസ്സായി, അവൾക്ക് പ്രായമായി വരുന്നല്ലേ ഉള്ളൂ, അവളുടെ അടുത്ത് എന്തെങ്കിലും ടെസ്റ്റ് എഴുതി ജോലിക്ക് പോകാൻ പറ, അല്ലാതെ വിവാഹം പെട്ടെന്ന് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി കയറി വരുന്നത്. അപ്പൊ അനിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നന്ദുവിന്റെ വിവാഹം ഉടനെ ഉറപ്പിച്ചു എന്നും അച്ഛന്റെ ഫ്രണ്ടിന്റെ മകളെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം, നമുക്ക് ഉടനെ തന്നെ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിറ്റ് പറക്കുകയാണെങ്കിൽ അവളെ വിവാഹം കഴിപ്പിച്ചു വിടാം എന്ന് നന്ദുവിനെ അനിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നയനയും കനകയും അവൻ കേൾക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഒന്നാതെ അനിയുടെ മനസ്സ് ചെറുതായിട്ട് തകർന്നു. അതിനുശേഷം നയന അനിയെ വിളിച്ച് മാറ്റി നിർത്തിയതിനു ശേഷം നന്ദുവിന്റെയും അനിയുടെയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്നും നന്ദു ഒരിക്കലും നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ, മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല, പക്ഷെ നീ പെട്ടെന്ന് അവളോട് ഇഷ്ടം പറഞ്ഞപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവൾക്കത് ഭയങ്കര ഷോക്കായിപ്പോയി, അതാണ് അവൾ ഒരു മൂഡ് ഓഫ് ആയിട്ട് നടന്നത് എന്നുള്ളൊരു കാര്യവും കൂടി നയന അനിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നന്ദുവിനോട് ആദർശം ഞാനും സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നന്ദുവിന്റെ മനസ്സിൽ നിന്നും അനിയെ മാറ്റിയെടുത്തത്. അതുപോലെ തന്നെ നന്ദു അനിയെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് അനിയുടെ മനസ്സ് മാറ്റാനായിട്ട് നയന ശ്രമിക്കുന്നത്. എന്നാൽ ഇരുവരും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
ഇഷ്ടപ്പെടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നയനയുടെയും ആദർശിന്റെയും പ്രണയ നിമിഷങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. ഇതുവരേക്കും ബൈ.